നമസ്കാരം. ഡീൽ ഓർ നോ ഡീൽ, ആ പേര് ചിലപ്പോൾ ഒരു ടെലിവിഷൻ ക്വിസ് പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ഷോയിൻ്റെ ഒക്കെ പേരായിട്ടായിരിക്കും നിങ്ങൾക്ക് ഓർമ്മ വരിക. എന്നാൽ കേരള രാഷ്ട്രീയം ഡീൽ ഓർ നോ ഡീൽ ചർച്ചയിലാണ്. വി ടി സതീശനും പ്രതിപക്ഷവും ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം മെനഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെയും സംഘപരിവാറിനെയും വിമർശിക്കാതെ പ്രചരണകാലം കഴിക്കണം, അതേസമയം ന്യൂനപക്ഷ വോട്ടും കൈക്കലാക്കണം. അതിനൊരു മാർഗം മോദിയും BJPയുമായി LDF ഡീൽ എന്ന പ്രചരണമാണ്. അപ്പോൾ പിന്നെ CPM എന്തേ മോദിയെ വിമർശിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ മതിയല്ലോ. നമുക്ക് BJP വിമർശിക്കേണ്ട, തപ്പിക്കളിക്കണ്ട. സമാന്തരമായി ചില അന്തർധാരകൾ നടന്നു കിട്ടുകയും ചെയ്യും. പഴയ നിയമം മോഡലിൽ തൃശ്ശൂരെ പോലെ ആ പ്രചരണത്തിന് ആധാരമാക്കാൻ അവർ ഇട്ടുകൊടുക്കുന്ന വ്യാജ പ്രചരണങ്ങളുടെ ഒരു ക്യാപ്സൂളാണ്, ഒരുപാടുണ്ട്, അതിലൊരു ക്യാപ്സൂളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഫാക്ട് ചെക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയെ ഒരക്ഷരം പറഞ്ഞ് വിമർശിക്കുന്നില്ല എന്നതാണ് അവർ പറയുന്ന ഒരു വ്യാജ പ്രചരണം. മോദി എന്ന പേര് പിണറായി മൂപ്പര് പേടിച്ച് മിണ്ടൂലത്രേ. വി ഡി സതീശൻ്റെ ഭാഷയിൽ മിണ്ടൂല എന്ന് മാത്രമല്ല, മോദിയെ കാണുമ്പോൾ 90 ഡിഗ്രിയിൽ കുനിഞ്ഞു നിൽക്കും പിണറായി. ഡിഗ്രി എന്തായാലും കുനിഞ്ഞു നിൽക്കും എന്നാണ് വി ഡി പറയുന്നത്. സതീശൻ്റെ ഈ പ്രചരണം കണ്ണും പൂട്ടി ചില മാധ്യമപ്രവർത്തകരും എടുത്തടിക്കും. റിപ്പോർട്ടർ TVയിൽ സ്മൃതി പരുത്തിക്കാട് മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പരിപാടിയിൽ പറഞ്ഞത് കേൾക്കണം. ഇതാ കേട്ടോ. ഞാൻ പറയുന്ന വാചകം നിങ്ങൾ എടുത്തു വെച്ചോളൂ. എടുത്തു വെക്കാം. എന്താണിത്? നരേന്ദ്രമോദിക്കെതിരെ എന്നൊരു വാചകം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഈ 10 വർഷത്തിൽ ഞാൻ കേട്ടിട്ടില്ല. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ നരേന്ദ്രമോദിക്കെതിരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ലേ? സ്മൃതി മാത്രമല്ല, വി ഡി സതീശനും ഇത് കേട്ടിട്ടില്ല എന്നാണ്, അങ്ങനെ മിണ്ടിയിട്ട് കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. മോദി എന്ന വാക്ക്, മോദി എന്ന പേര് പറയുന്ന കേട്ടിട്ടുണ്ടോ? സതീശൻ നുണ പറയുന്ന ആളാണ് എന്നൊക്കെ എതിരാളികൾ പ്രചരിപ്പിക്കുന്നത് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് മൂപ്പരുടെ കാര്യം പോട്ടെ, സ്മൃതി കേട്ടിട്ടില്ല എന്ന് ഉറപ്പാണ്. ഇല്ല, മോദി എന്ന പേര് മോദി എന്ന പേര് നരേന്ദ്രമോദിക്കെതിരെ എന്ന പ്രതികരണം മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല എന്ന് ഉറപ്പായി പറയുകയാണ്. അപ്പൊ പിന്നെ നമ്മൾ തൽക്കാലം അത് വിശ്വസിച്ചേ പറ്റൂ. ഇതിങ്ങനെ സതീശൻ മുതൽ സതീശനിസ്റ്റുകളായ മാധ്യമപ്രവർത്തകർ വരെ നിരന്തരം പറയുമ്പോൾ നമുക്കൊരു സംശയം സ്വാഭാവികമായിട്ടും വരും. ശരിക്കും പിണറായി അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഏറ്റവും ഒടുവിൽ വയനാടിന് പണം നൽകാതെ തുരങ്കം വെച്ചപ്പോൾ, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിനായി നിയമം പാസ്സാക്കിയപ്പോൾ, അതിനുശേഷവും അതിനു മുമ്പും എന്തൊക്കെയോ പറഞ്ഞത് നമ്മൾ കേട്ട ഓർമ്മയിൽ വരുന്നുണ്ടല്ലോ. അതൊക്കെ ഒരു തോന്നലായിരിക്കും. അങ്ങനെ മൂപ്പര് പറഞ്ഞതായി തോന്നിപ്പിക്കുന്നതായിരിക്കും. ആ തോന്നൽ എന്താണ് എന്ന് നോക്കാം. 10 വർഷം ഒക്കെ അങ്ങ് പഴയതാണ്. ഈ കഴിഞ്ഞ 5-6 വർഷം തന്നെ മതി. 10 വർഷം എന്നാണ് സ്മൃതി പറഞ്ഞത്. വി ഡി സതീശനും പറഞ്ഞത് 10 വർഷത്തിൽ ഒരിക്കലെങ്കിലും എന്നാണ്. എന്നാൽ നമുക്ക് ഈ 5-6 വർഷത്തിനിടയിൽ എടുക്കാം. ഒന്നാമത്തെ തോന്നൽ പിണറായി പറഞ്ഞു എന്നുള്ള, മോദിക്കെതിരെ പറഞ്ഞു എന്നുള്ള ഒന്നാമത്തെ തോന്നൽ, കേരളം ഒരു മഹാദുരന്തത്തെ നേരിട്ടതിന് ശേഷം കേരളത്തിന് ലഭിക്കേണ്ട വലിയ സഹായങ്ങളെ തുരങ്കം വെച്ച മോദിക്കെതിരെ പിന്നീട് പറഞ്ഞതാണ്. ഒന്നാമതായി പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത നരേന്ദ്രമോദിയെക്കുറിച്ച്. അനുമതി വരാതിരിക്കില്ലല്ലോ, കാരണം നേരിട്ട് വർത്തമാനം പറഞ്ഞ കാര്യങ്ങൾ നമ്മളെല്ലാം എപ്പോഴും വാക്കിലാണല്ലോ വലിയ വില കാണുന്നത്. പറഞ്ഞ വാക്കിന് വിലയില്ലാതായാൽ ഏത് സ്ഥാനത്ത് എത്തിയിട്ടുണ്ടാ? ഇനി രണ്ടാമത്തേത്, സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തിന് വേണ്ടി പശുവിന്റെ പേരിൽ പോലും കൊലപാതകങ്ങൾ രാജ്യത്ത് നടക്കുമ്പോൾ അതിന് മൗനാനുവാദം കൊടുക്കുന്ന നരേന്ദ്രമോദിക്കെതിരെയാണ്. പശുവിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടന്നു, വീട്ടിലെ അടുക്കളയിൽ സൂക്ഷിച്ച ഭക്ഷണത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടന്നു, രാജ്യമാകെ അതിനെ അപലപിച്ചു. ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളുടെ നാക്ക് അനങ്ങിയോ? ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലക്ക് ആ അക്രമികൾക്കെതിരെ അക്ഷരം നിങ്ങൾ സംസാരിച്ചോ? മറ്റു മതക്കാരെ നിർബന്ധിതമായി മതപരിവർത്തനം നടത്തിക്കാനുള്ള ഗർവാപ്പസി എന്ന പേരിലുള്ള ഒരു നടപടി നേരത്തെ ആരംഭിച്ചത് രാജ്യമാകെ അതിനെ എതിർത്തു. ലോകത്ത് തന്നെ അതിനെതിരെ പ്രതികരണങ്ങൾ ഉണ്ടായി. നിങ്ങൾ ശബ്ദിച്ചു അതിനെതിരായിട്ട്. മൂന്നാമത്തത് കേരള രാഷ്ട്രീയം തന്നെ. പണ്ട് ഗുജറാത്തിൽ കളിച്ച കളിയുമായി BJPയെയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട മോദി എന്ന് പറഞ്ഞ പറച്ചിൽ. പണ്ട് ഗുജറാത്തിൽ കളിച്ചതുപോലുള്ള കളി ഇവിടെ RSSകാരെ ഉപയോഗിച്ചുകൊണ്ട് കളിക്കുന്നതിന് പ്രധാനമന്ത്രി തന്നെ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തു വിട്ടതായിരുന്നു. നാലാമത്തേത് മോദിയുടെ കൂട്ടർ കോൺഗ്രസുമായി ചേർന്ന് നടത്തുന്ന കൂട്ടുകച്ചവടത്തെ പറ്റി തന്നെയാണ്. മോദി വരുമ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം കോഴിക്കോട് സംസാരിക്കാൻ വരുന്ന ദിവസം ഒരു കാര്യം പരസ്യമായി അദ്ദേഹത്തോട് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് തന്നെ ലഭിക്കും എന്നേ ഉറപ്പുണ്ടാക്കണം. നിങ്ങളിപ്പോൾ ഇടതുപക്ഷത്തെ തകർക്കാൻ സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കും, അത് ഉറപ്പാണ്, അതിൽ ഞങ്ങൾക്ക് ആശ്ചര്യമൊന്നുമില്ല. പക്ഷേ എന്താ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളുടെ പഴയ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അത് പിന്നെയും കുറച്ച് സമയം എടുത്തു പോകുന്നുള്ളതുകൊണ്ട്. നിങ്ങളുടെ KG മാരാർ, നമ്മുടെ കേരളത്തിലെ ഉന്നതനായ BJP നേതാവ്, അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ടായിരുന്നു ഇവിടുത്തെ കോലി സഖ്യം ഉണ്ടാക്കിയത്. ഇപ്പോൾ അമിത്ഷാ ലീഗിനെ തള്ളിപ്പറഞ്ഞില്ലേ? ആ ലീഗുമായിട്ടായിരുന്നു സഖ്യം BJPക്ക്.
2 സീറ്റിൽ ജയിച്ചു വരാൻ. പക്ഷേ കേരളത്തിലെ മതനിരപേക്ഷ ചിന്താഗതിക്കാർ ഒന്നിച്ചണിനിരന്നു. എല്ലാ കക്ഷികളിലും പെട്ടവർ നിങ്ങൾ പരാജയപ്പെടണം എന്ന് തീരുമാനിച്ചു. അഞ്ചാമത്തേത് ഇതിന്റെ തുടർച്ചയാണ്. നിയമം പിടിച്ച BJPയുമായുള്ള കോൺഗ്രസിന്റെ ഒത്തുകളിയെ പറ്റിയാണ്. അന്ന് ആ ഒരേയൊരു തവണ UDF സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിപ്പിച്ച് VD സതീശന്റെ പാർട്ടി ഒന്നാകെ കോൺഗ്രസിന്റെ വോട്ട് BJPക്ക് മറിച്ച് അവർക്കൊരു MLA ഉണ്ടാക്കി കൊടുത്തു എന്ന കാര്യം അന്നത്തെ സ്ഥാനാർത്ഥി V സുരേന്ദ്രൻപിള്ള പിണറായിയോട് തന്നെ പറഞ്ഞു അത്രേ. കഴിഞ്ഞൊരു ദിവസം ഞാനൊരു വേദിയിൽ സംസാരിക്കാൻ ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ മത്സരിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥി, ഇപ്പോൾ ഘടകകക്ഷി നേതാവാണ്, അദ്ദേഹം സംസാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം നാട്ടുകാരോട് പറയുകയാണ്, ഞാനായിരുന്നു അവിടെ സ്ഥാനാർത്ഥി, ഞാൻ കോൺഗ്രസ്സുകാരോട് പോയി പറഞ്ഞു, കോൺഗ്രസ് നേതാക്കന്മാരോട് പറഞ്ഞു, ഇവിടെ കോൺഗ്രസ്സുകാരെല്ലാം വോട്ട് മാറി ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾ ഇടപെടണമെന്ന്. അവരാരും ഇടപെട്ടില്ല, അവർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തില്ല, അവർ BJPക്ക് വോട്ട് ചെയ്തു എന്ന് അദ്ദേഹം പറയുകയാണ്. നിങ്ങൾ കരാർ ഒപ്പിച്ചല്ലോ, നിങ്ങളെ ഒരിടത്ത് ജയിപ്പിക്കാൻ കോൺഗ്രസ് വോട്ട് നിങ്ങൾക്ക് തന്നു, മറ്റൊരിടത്ത് ആപത്തിൽപ്പെട്ട കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, അവിടെ പരാജയപ്പെട്ടു പോകും, നിങ്ങളെ വോട്ട് അദ്ദേഹത്തിന് കൊടുത്തു. ആറാമത്തേത് നരേന്ദ്രമോദി അയ്യപ്പനെ വെച്ച് കളിച്ച കളിയെ പറ്റിയാണ്. അയ്യപ്പൻ എന്ന് പറഞ്ഞു പോയാൽ കേരളത്തിൽ അറസ്റ്റാണെന്നാണ് പറഞ്ഞത്, തടങ്കലാണെന്നാണ് പറഞ്ഞത്. കോഴിക്കോട് ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയെ അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ട് തടങ്കലിട്ടു എന്നും അദ്ദേഹം പറഞ്ഞു. ഇങ്ങനൊരു പച്ചക്കള്ളം ഒരു പ്രധാനമന്ത്രി പറയാമോ? ആരെയെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമായ പ്രവർത്തനത്തിനാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ മോദിയുടെ അനുഗ്രഹാശിസുകളോടെ സംഘപരിവാറുകാർക്ക് ജയിലിൽ കിടക്കേണ്ടി വരുന്നില്ലായിരിക്കും, അവരുടെ പേരിൽ കേസ് എടുക്കുന്നില്ലായിരിക്കും. അത് കേരളത്തിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട. നിങ്ങൾ കാണിച്ച ഇരട്ട താപ്പ് എന്തായിരുന്നു മോദി? നിങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചു, ശക്തമായ നടപടിയെടുക്കണം, 144 അവിടെ പ്രഖ്യാപിക്കണം, നിരോധനാജ്ഞ പ്രഖ്യാപിക്കുക മാത്രമല്ല, ഇവിടുന്ന് സേന, കേന്ദ്ര സേന ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണം. നിങ്ങളെ ഗവൺമെന്റ് അല്ലേ സംസ്ഥാന ഗവൺമെന്റ് അറിയിച്ചത്? ഏഴാമത്തേത് ശരണം വിളിച്ച മോദിയുടെ കുറ്റബോധത്തെ പറ്റിയാണ്. അത് നേരത്തെ അദ്ദേഹം വന്നപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, അത് പിന്നെ ഓർക്കുന്നത് ഇപ്പോഴായിരിക്കും, അതുകൊണ്ട് ശരണം എന്ന് വിളിച്ചായിരിക്കും, അത് ഓർത്തുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന ധാരണയിൽ ശരണം വിളിച്ചതായിരിക്കാനാണ് സാധ്യത. 8ഉം 9ഉം 10ഉം അങ്ങനെ ഒരു 30 എണ്ണെങ്കിലും മിനിമം വളരെ പെട്ടെന്ന് യൂട്യൂബിൽ തപ്പിയാൽ നിങ്ങൾക്കും കിട്ടും. എന്നാൽ ഇതുപോലെ ഒരെണ്ണം നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന ഒരു വാക്ക്, രാഷ്ട്രീയമായി BJPയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വാചകം VD സതീശൻ്റെയോ KC വേണുഗോപാലിൻ്റെയോ നാവിൽ നിന്ന് വന്നിട്ടുണ്ടോ? ഇതെല്ലാം വസ്തുതയായിരിക്കുകയാണ് VD സതീശൻ പറയുന്നത്. മോദി എന്നൊരക്ഷരം കഴിഞ്ഞ 10 വർഷം പിണറായി മിണ്ടിയിട്ടില്ല എന്ന്. കഴിഞ്ഞ 5 വർഷത്തെ മാത്രമാണ് നമ്മളിവിടെ കാണിച്ചത്. സ്മൃതി പരുത്തിക്കാട് റിപ്പോർട്ടർ TV ചർച്ചയ്ക്ക് ഇടയിൽ സതീശൻ പറയുന്ന ആ വ്യാജം ആവർത്തിച്ചടിച്ചുവിട്ടതും ഈ ധൈര്യത്തിലാണ്. പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലായിരിക്കാം. റിപ്പോർട്ടർ TV ചർച്ചയിൽ അരുൺകുമാർ ലൈവായി ഒരു പ്രസംഗഭാഗം സ്മൃതിയെ കേൾപ്പിച്ചു കൊടുത്ത് ബോധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. നരേന്ദ്രമോദി ഇതൊന്നും അവർക്ക് പല താല്പര്യങ്ങളുണ്ടാവും. ആ താല്പര്യം അവരുടെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കൊലകൾ നടന്നു. മോദി എന്ന പേരെടുത്ത് വിമർശിക്കാൻ പിണറായി വിജയന് ഒരു ഭയവും കേരളത്തിന്റെ ചരിത്രത്തിൽ. പ്രധാനമന്ത്രിയായതിനു ശേഷം ശബരിമലയിലെ വിഷയങ്ങൾ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച് ഇടപെട്ട് തുടങ്ങിയ സമയത്ത് വന്ന പ്രതികരണമാണ്. ഞാനിത് ഒരെണ്ണം കിട്ടിയത് കാണിച്ചത്. 31 സമയമുണ്ടോ? ഞാൻ ഓരോന്നാണ് കേൾപ്പിക്കാം. അതാണ്, കേൾപ്പിക്കണ്ട. ഇതാണ് സതീശനും പറയുന്നത്. യഥാർത്ഥത്തിൽ രാവും പകലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് VD സതീശനും കനകോലു പ്രചരകരും റേഡിയോ പോലെ പറയുന്ന ചില വ്യാജ പ്രചരണങ്ങളാണ് നമുക്ക് മുന്നിൽ ഉയർന്നു നിൽക്കുന്നത്. വസ്തുതകൾ അതല്ലെന്ന് വരുമ്പോൾ അടുത്തതിലേക്ക് പോകും. ആ ഉന്നയിക്കുന്ന കൗണ്ടർ കേൾക്കാൻ നിൽക്കില്ല. ഇതുകൊണ്ട് ഉള്ള വലിയ ആശ്വാസം എന്താണെന്നറിയാമോ? അത് കോൺഗ്രസിനും ചില മാധ്യമപ്രവർത്തകർക്കും ചില മുൻനിര മാധ്യമങ്ങൾക്കും ആണ്. നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറയാറില്ലേ? അതുപോലെ ഡീൽ ഉന്നയിച്ചാൽ രണ്ടുണ്ട് കാര്യം. ഒന്ന്, നരേന്ദ്രമോദിയെയോ സംഘപരിവാറിനെയോ വിമർശിക്കണ്ട. അവരെന്തുകൊണ്ട് അവരെ വിമർശിക്കുന്നില്ല, CPM എന്തുകൊണ്ട് മോദിയെ വിമർശിക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നാൽ മാത്രം മതി. അല്ലാതെ നേരിട്ട് നമ്മൾ അവരെ വിമർശിക്കേണ്ട. രണ്ടാമത്തേത്, ഇനി CPM വല്ല BJP വിരുദ്ധ വിമർശനവും ഉന്നയിച്ചാൽ അതിൻ്റെ മുനയൊടിക്കാൻ ഇതെടുത്ത് തിരിച്ചടിക്കാം. BJPക്കും കാര്യമായ പണിയില്ല. ചാനലുകൾക്ക് ED ഭയത്തോടെ ജീവിക്കേണ്ട. ഈ BJP വിരുദ്ധ ചർച്ചകളിൽ മുഴുകണ്ട. സാധാരണ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ സംഘപരിവാർ BJP വിരുദ്ധ ചർച്ചകൾ, വിദ്വേഷ പ്രചരണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ മലയാളത്തിൽ വലിയ തോതിൽ ന്യൂസ് ചാനലുകൾക്ക് നടത്തേണ്ടി വരാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അതിസമർത്ഥമായി പ്രതിപക്ഷവും ഇവിടുത്തെ ഒരു വിഭാഗം മാധ്യമങ്ങളും കൂടി BJPക്ക് ചെയ്തു കൊടുക്കുന്ന സേവ ഇതാണ്, ഡീൽ ആരോപണം. BJPക്കും കോൺഗ്രസിനും ഈ പണിയെടുക്കുന്നവർക്കും നല്ലത് മാത്രം വരട്ടെ. BJPക്ക് വിമർശനം ഏൽക്കേണ്ടി വരാത്ത ഒരു തെരഞ്ഞെടുപ്പ് സമ്മാനിച്ചവർക്ക് നല്ലതേ വരൂ. നന്ദി, നമസ്കാരം.